ദിസ് ഇസ് അക്ഷയ്. റൂബി ലേസറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. റൂബി എന്ന് പറഞ്ഞാൽ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ആണ്. അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു ക്രിസ്റ്റൽ ഫോമാണ് റൂബി ബേസിക്കലി. ക്രോമിയം 3+ അയോൺസ് അലൂമിനിയം ഓക്സൈഡിൽ ഡോപ്പ് ചെയ്താണ് റൂബി നിർമ്മിക്കുന്നത്. ലോകത്താദ്യമായി ഒരു ലേസർ സക്സസ്ഫുൾ ആയിട്ട് നിർമ്മിച്ചത് റൂബി ലേസർ ആയിട്ടാണ്, അഥവാ റൂബിയിൽ നിന്നാണ്. ഇതൊരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. റൂബിയുടെ ചുവപ്പല്ലെ പിങ്ക് നിറം നൽകുന്നത് ഈ Cr3+ അയൺസ് തന്നെയാണ്. റൂബി ലേസറിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ 4 പ്രധാന കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ റൂബി റോഡ്. റൂബിയെ ഒരു സിലിണ്ടറിക്കൽ റോഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലെങ്ത് ഏകദേശം 2 സെന്റിമീറ്റർ മുതൽ 30 സെന്റിമീറ്റർ വരെ, ഡയമീറ്റർ 0.5 സെന്റിമീറ്റർ മുതൽ 2 സെന്റിമീറ്റർ വരെയാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് ആക്റ്റീവ് മീഡിയം. ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ലേസർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മീഡിയത്തെയാണ്. അത് റൂബി റോഡിനുള്ളിലുള്ള Cr3+ അയൺസ് തന്നെയാണ്. മൂന്നാമതായി പമ്പിംഗ് സോഴ്സ്. പമ്പിംഗ് സോഴ്സ് എന്ന് പറയുന്നത് ലേസിംഗ് ആക്ഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ട്രിഗർ നൽകുന്ന സോഴ്സ് അല്ലെങ്കിൽ പവർ എനർജി നൽകുന്ന ഒരു സോഴ്സ്, അതാണ് പമ്പിംഗ് സോഴ്സ്. റൂബി ലേസറിൽ ഉപയോഗിക്കുന്ന പമ്പിംഗ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സിനോൺ ഫ്ലാഷ് ലാമ്പ് ആണ്. അതാണ് ഈ ഹെലിക്കൽ ഷേപ്പിൽ നമ്മുടെ റൂബി റോഡിനെ ചുറ്റിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇത് വൈറ്റ് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ഒപ്റ്റിക്കൽ റെസണേറ്റർ. ഒപ്റ്റിക്കൽ റെസണേറ്റർ ആണ് ഹൈ ഇന്റൻസിറ്റി ഉള്ള ലേസർ ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. അത് ഈ റൂബി റോഡിന്റെ 2 എൻഡും ഗ്രൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മിറർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു എൻഡ് 100% റിഫ്ലക്റ്റീവ് ആയിട്ടും മറ്റേ എൻഡ് 95% റിഫ്ലക്റ്റീവ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലേസർ പുറത്തേക്ക് വരുന്നത് ഈ 95% റിഫ്ലക്റ്റീവ് മിററിലൂടെയാണ്. ഇത് ഇത്തരത്തിൽ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് ഇന്റൻസിറ്റി എത്തുമ്പോൾ മാത്രമേ ലേസർ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് ഹൈ പവർ ഉള്ള ഒരു ലൈറ്റ് അല്ലെങ്കിൽ ലേസർ ബീം പുറത്തേക്ക് കിട്ടും. റൂബി ലേസറിന്റെ വർക്കിംഗ് ബേസിക്കലി ക്രോമിയം 3+ അയോൺസ് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ക്രോമിയം 3+ അയോൺസ് ആണ് ലേസിംഗ് ആക്ഷൻ ഉണ്ടാക്കുന്നതും അലൂമിനിയം ഓക്സൈഡ് യാതൊരു രീതിയിലും ലേസിംഗ് ആക്ഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നില്ല. റൂബി ബേസിക്കലി 3 ലെയർ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത്. E1, E2, E3 എന്നിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് E1 ഗ്രൗണ്ട് സ്റ്റേജും E3 എക്സൈറ്റഡ് സ്റ്റേജും E2 മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റുമാണ്. ഈ അപ്പാരറ്റസ് വർക്ക് ചെയ്യുമ്പോൾ സിനോൺ ഫ്ലാഷ് ലാമ്പ് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വൈറ്റ് ലൈറ്റിലുള്ള ഗ്രീൻ ആൻഡ് ബ്ലൂ എനർജി അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺ E3 എന്ന് പറയുന്ന എനർജി ബാൻഡിലേക്ക് ജമ്പ് ചെയ്യുന്നു. E3 ബേസിക്കലി 2 എനർജി സ്റ്റേറ്റുകളാണ്, പക്ഷെ അതിന്റെ എനർജി ഡിഫറൻസ് വളരെ കുറവായതിനാൽ അതിനെ ഒരു എനർജി ബാൻഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് ഹൈലി അൺസ്റ്റേബിൾ ആയിരിക്കും. അതൊരിക്കലും കൂടുതൽ സമയം അവിടെ നിൽക്കില്ല. 10⁻⁸ സെക്കൻഡ്സ് ആണ് ഇവിടെ ഇലക്ട്രോൺസിന്റെ ലൈഫ് ടൈം. സോ ഈ ടൈം കഴിയുമ്പോൾ ഇലക്ട്രോൺസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഡിസെൻഡ് ചെയ്യും. ഈ ടൈമിൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും ഫോട്ടോൺസിന്റെ രൂപത്തിലല്ല, ഹീറ്റ് ആയിട്ടാണ്. ഈ ഹീറ്റ് നമ്മുടെ റൂബി റോഡിനെ ഹീറ്റ് അപ്പ് ചെയ്യുന്നുണ്ട്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തുന്ന ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സോ കുറച്ച് സമയം കൂടെ അതിനവിടെ നിൽക്കാൻ കഴിയും. ഈ പ്രോസസ് കണ്ടിന്യൂസ് ആയി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ E1ലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണത്തെക്കാൾ E2ലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നു. ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നു. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഒരിക്കലും E2ൽ സ്റ്റേബിൾ ആയി നിൽക്കാൻ കഴിയില്ല. സോ സ്പോണ്ടേനിയസ് എമിഷൻ വഴി E2ലുള്ള ഇലക്ട്രോൺസ് E1ലേക്ക് ചാടുന്നു. ഈ ചാട്ടത്തിൽ ഇത് എനർജി പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എനർജി ഫോട്ടോൺസിന്റെ രൂപത്തിലാണ്. സോ ഈ ഫോട്ടോൺസിന്റെ വേവ് ലെങ്ത് 6943 ആംസ്ട്രോങ്സ് ആയിരിക്കും. ഈ വരുന്ന ഫോട്ടോൺസ് റൂബി റോഡിന്റെ ആക്സിസിന് പാരലായി മൂവ് ചെയ്യുകയും അതിന്റെ 2 എൻഡിൽ എത്തുകയും തിരിച്ച് ഉള്ളിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം ഒരു എൻഡ് 100% റിഫ്ലക്റ്റീവ് ആണ്, മറ്റേ എൻഡ് പാർഷ്യലി റിഫ്ലക്റ്റീവ് ആണ്. ഈ പാർഷ്യലി റിഫ്ലക്റ്റീവ് ആയ എൻഡ് ഒരു പെർട്ടിക്കുലർ ഇന്റൻസിറ്റി ഉള്ള ഫോട്ടോൺസ് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് എത്തിയാൽ മാത്രമേ പുറത്തേക്ക് ലൈറ്റിനെ കടത്തി വിടുള്ളൂ. സോ ആദ്യം ഉണ്ടാകുന്ന ഫോട്ടോൺസിന്റെ എണ്ണം കുറവായതിനാൽ അതൊക്കെ തന്നെ തിരിച്ചുള്ളിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യപ്പെടും. ഈ തിരിച്ചുള്ളിലേക്ക് വരുന്ന ഫോട്ടോൺസ് മെറ്റാസ്റ്റേബിളിൽ നിൽക്കുന്ന ബാക്കി ക്രോമിയം 3+ അയൺസ് ഉണ്ടാവും. അതിനെയൊക്കെ ട്രിഗർ ചെയ്ത് സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി താഴേക്ക് കൊണ്ടുവരുന്നു.
ഈ താഴെ കൊണ്ടുവരുന്ന സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒരിക്കലും പോപ്പുലേഷൻ ഇൻവേർഷൻ കാരണമല്ല. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ മുൻപുണ്ടായ ഫോട്ടോൺസിന്റെ ട്രിഗർ കാരണം E2 ഇരിക്കുന്ന ഇലക്ട്രോൺസ് E1 ചാടുന്നു. അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നിട്ടില്ല. സോ ഇത്തരത്തിൽ കൂടുതൽ ഫോട്ടോണുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏകദേശം ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ റിയാക്ഷൻ പോലെ ഒരു ചെയിൻ റിയാക്ഷൻ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് നമ്മുടെ ഈ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയ സർഫസിന് താങ്ങാവുന്നതിലും കൂടുതലാവുന്നു. ആ ടൈമിൽ ഒരു പൾസ് രൂപത്തിൽ ഈ ഫോട്ടോണുകളൊക്കെ റൂബി റോഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. ഇതൊരു പൾസ് ലൈറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് പവർ ഏകദേശം 10⁴ മുതൽ 10⁶ വാട്ട്സ് വരെ ആയിരിക്കും. പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഉള്ളിലുള്ള ഫോട്ടോണുകളുടെ എണ്ണം കുറയ്ക്കുന്നു. സ്വാഭാവികമായും ഈ എണ്ണം എത്തുന്നത് വരെ വീണ്ടും ഈ പ്രോസസ് ഒക്കെ ചെയ്താലേ അടുത്ത ലൈറ്റ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നു. സോ പുറത്തേക്ക് വരുന്ന ലൈറ്റ് പൾസ് ഫോമിലായിരിക്കും, ഒരിക്കലും കണ്ടിന്യൂസ് ലൈറ്റ് ആയിരിക്കില്ല. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് മെയിൻ ആയിട്ട് പുറത്തു വരുന്ന എനർജിയുടെ പവറാണ്. ഹൈ ഔട്ട്പുട്ട് പവറാണ്. കാരണം 10⁴ മുതൽ 10⁶ വാട്ട് വരെയാണ്. ഇത്രയും കൂടുതൽ ഔട്ട്പുട്ട് പവർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലൈറ്റിനെ നമ്മൾ കട്ടിങ്ങിനും വെൽഡിങ്ങിനും ഇൻഡസ്ട്രികളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹോളോഗ്രാഫിക്കും ഈ ലൈറ്റ് തന്നെയാണ്, ഈ ലേസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ്, ഇതിന്റെ പമ്പിംഗ് സോഴ്സ് ആവശ്യപ്പെടുന്ന എനർജിയാണ്. ക്സിനോൺ ഫ്ലാഷ് ലാമ്പ് വളരെയധികം എനർജി പവർ ആവശ്യപ്പെടുന്ന ഒരു അപ്പാരറ്റസ് ആണ്. സോ കൂടുതൽ പമ്പിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഹൈ പവർ പമ്പിംഗ് സോഴ്സ് ആവശ്യമാണ്. അടുത്തത് പുറത്തു വരുന്ന ഔട്ട്പുട്ട് പൾസ് ഫോമിലായിരിക്കും, ഒരിക്കലും കണ്ടിന്യൂസ് ആയിരിക്കില്ല. മൂന്നാമതായി ഈ റൂബി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ക്രിസ്റ്റൽ ആണ്. സോ ക്രിസ്റ്റലിൽ ഉണ്ടാവുന്ന ലാറ്റിസ് ഇംപെർഫെക്ഷൻ ഇതിന്റെ വർക്കിങ്ങിനെ ബാധിക്കും. അവസാനമായി ചൂടാകും. റൂബി റോഡ് വളരെയധികം ചൂടാകും. ഇതിനെ തണുപ്പിക്കാൻ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ആവശ്യമായി വരും. അത് നമ്മുടെ റൂബി ലേസർ വർക്കിങ്ങിന്റെ ചെലവിനെ ഗണ്യമായി കൂട്ടും. സാധാരണയായി ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചാണ് റൂബി റോഡിനെ തണുപ്പിക്കാറ്. റൂബി ലേസറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു PPT നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.